കർത്താവിൻ്റെ ധന്യനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവസേനയിലായിരിക്കുന്ന വാത്സല്യ ദൈവമക്കൾക്ക് വേഗം പ്രതീക്ഷിക്കുന്ന നാമത്തിൽ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു. റോമാലേഖനം 5-ാം അധ്യായത്തിൻ്റെ 11 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ ഒരു ചെറിയ അളവിൽ ധ്യാനിച്ചു എന്നാണ് എൻ്റെ ചിന്ത. നീതീകരണം, ദൈവസ്നേഹം, ദൈവത്തോട് നിരപ്പ് പ്രാപിക്കുക, ആദിയായ വിഷയങ്ങൾ കമ്പിവാചകം പോലെ പറഞ്ഞു പോയി. ഇതൊക്കെ വളരെ ഗഹനമായി എടുത്ത് പഠിക്കേണ്ട വിഷയങ്ങളാണ്. പിന്നെ ഇത് നമ്മൾ പിന്നെയും ഇങ്ങനെ പഠിക്കുകയും ധ്യാനിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുമെന്നുള്ളത് കൊണ്ട് ഇടയ്ക്കിടയ്ക്ക് വിഷയങ്ങളെല്ലാം കയറി വരും. ലേഖന പഠനം എന്നുള്ളത് നമ്മളൊരു കാര്യം ഓർക്കേണ്ടത്, ഒരു ലേഖനം മുഴുവൻ വായിച്ച് പഠിച്ചു കഴിയുമ്പോൾ പല സബ്ജക്റ്റുകൾ അതിൽ നിന്ന് നമുക്ക് പഠിക്കാൻ കഴിയും. ഒരു അധ്യായം വായിച്ച് നിർത്താതെ ഒരു ലേഖനം മുഴുവൻ അധ്യായം വായിക്കുമ്പോൾ അതിൽ പല കാര്യങ്ങൾ കാണാൻ കഴിയും. അതാണ് റോമാലേഖനം ഞാൻ പറഞ്ഞു, നീതീകരണം, വിശുദ്ധീകരണം, തേജസ്കരണം. അതുമാത്രമല്ല മറ്റു പല വിഷയങ്ങളെല്ലാം അതിൽ ഉള്ളടക്കം ചെയ്തിട്ടുണ്ട്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അപ്പോസ്തലന്മാരിലൂടെ വിരചിതമായ അല്ലെങ്കിൽ നമുക്ക് തന്ന ഈ വചനങ്ങൾ നമ്മുടെ ആത്മീയ വളർച്ചയ്ക്ക്, ആത്മീയ വർധനവിന്, ആത്മീയ നിറവിന് അത് പ്രയോജനമായി ഭവിക്കും. ആ നിലയിൽ ഒരു പഠനം ഇന്ന് ആത്മീയ ഗുണത്തിൽ കാണുന്നില്ല. വാക്കുകളുടെ എന്തോ പറയുക, അതിപ്രസരം, തത്വജ്ഞാനം, പ്രസംഗ മത്സരം, പ്രവചന മത്സരം, പ്രവചന ഉത്സവം, നമ്മൾ കുറഞ്ഞ കേട്ടല്ലോ. ഇതൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. എൻ്റെ പൊന്നു ദൈവമക്കളെ, ഞാൻ വളരെ ആത്മാർത്ഥമായിട്ട് പറയുന്നു, നമുക്കനുസരിക്കാനുള്ള പ്രമാണമാണ് ഈ അപ്പോസ്തലന്മാർ തരുന്നത്. അത് നമ്മൾ വായിച്ച് പഠിച്ച് അനുസരിച്ച് ജീവിച്ചാൽ മാത്രമേ നമുക്ക് ദൈവരാജ്യത്തിൻ്റെ അംശികളാകാൻ കഴിയത്തുള്ളൂ. വ്യക്തമായി കൃത്യമായി ഞാൻ പറയുന്ന കാര്യങ്ങളാണ്. എന്തെങ്കിലുമൊക്കെ പഠിച്ചത് കൊണ്ട്, എന്തെങ്കിലുമൊക്കെ കേട്ടത് കൊണ്ടൊന്നും നമുക്കൊന്നും ആകത്തില്ല. ഞാൻ ഈ വിഷയത്തെക്കുറിച്ച് ഗഹനമായി നിങ്ങളെ പല നിലയിൽ ഗ്രഹിപ്പിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് എൻ്റെ ചിന്ത. അതുകൊണ്ട് മുഖവുര കൂടാതെ ഞാൻ വിഷയത്തിലേക്ക് വേഗത്തിൽ പ്രവേശിക്കട്ടെ. റോമർ 5-ന്റെ 12 മുതലാണ് നമ്മുടെ പഠനം. അതുകൊണ്ട് ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ കടന്നു. ഇങ്ങനെ എല്ലാവരും പാപം ചെയ്യുകയാൽ മരണം സകല മനുഷ്യരിലും പരന്നിരിക്കുന്നു. വേദശാസ്ത്രികളുടെ അഭിപ്രായ പ്രകാരം, വേദപണ്ഡിതന്മാരും അത് ദിവസം നന്നായി പഠിപ്പിക്കുന്നവരൊക്കെ പറഞ്ഞു കിട്ടിയുള്ള അറിവ് നിമിത്തം ഞാൻ ചിന്തിക്കുന്നത്, അല്ലെങ്കിൽ ഞാൻ ഗ്രഹിച്ചിരിക്കുന്നത് നിങ്ങളോട് പറയാൻ താല്പര്യപ്പെടും. മനുഷ്യനെ സൃഷ്ടിക്കുമ്പോൾ അവൻ മരണപ്പെടാൻ വേണ്ടിയല്ല അവനെ സൃഷ്ടിച്ചത്. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായമാണ് മനുഷ്യ സൃഷ്ടിപ്പിനെ കുറിച്ച് നമുക്ക് കാണുന്നത്. 2-3 അധ്യായങ്ങൾ പഠിക്കുമ്പോൾ അത് കാണാൻ കഴിയും. ദൈവം മനുഷ്യനെ മണ്ണുകൊണ്ട് സൃഷ്ടിച്ച് മൂക്കിൽ ജീവശ്വാസം ഊതി ജീവനുള്ള ദേഹിയാക്കി തീർത്തു. എന്നിട്ട് അവനെ ഏദൻ തോട്ടത്തിലാക്കി വെച്ചിട്ട് ദൈവം പറഞ്ഞ ഒരു പ്രസ്താവന നമുക്കെല്ലാവർക്കും അറിയാവുന്നത്. ഒന്ന് ഓർപ്പിക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ. എന്നാൽ നന്മതിന്മകളെ കുറിച്ചുള്ള അറിവിൻ വൃക്ഷത്തിന്റെ ഫലം തിന്നരുത്, തിന്നുന്ന നാളിൽ നീ മരിക്കും. സകല വൃക്ഷഫലങ്ങളും തിന്നാൻ, നല്ല ഒന്നാന്തരം ഫ്രൂട്ട്സ് ആണ് ദൈവം കൊടുത്തത്. ഏതൻ തോട്ടത്തിലെ എല്ലാ ഫലങ്ങളും ഭക്ഷിക്കാം, ഒരു വൃക്ഷത്തിന്റെ മാത്രം ഭക്ഷിക്കരുതെന്ന് ദൈവം വിലക്ക് കൊടുത്തു. ഹല്ലേലൂയ. ആ കൽപ്പന ലംഘനം നടന്നതോടുകൂടി സംഭവിച്ചൊരു വിഷയമാണ് ഇവിടെ പൗലോസ് പറയുന്നത്. അതുകൊണ്ട് ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ കടന്നു. എങ്ങനെ മരണമുണ്ടായി? മരണമെന്ന പ്രതിഭാസം, മരണമെന്ന സമസ്യ എങ്ങനെ മനുഷ്യനെ പിടികൂടി? ദൈവകൽപ്പന ലംഘനം. ഇവിടെ നമ്മൾ പഠിക്കുമ്പോൾ ആത്മാവിൻ്റെ മരണവും ആക്ഷരിക മരണവും, 2 മരണങ്ങളെ കുറിച്ച് നമുക്ക് കാണാൻ കഴിയും. ആക്ഷരിക മരണം
സംഭവിച്ചതും ദൈവകൽപ്പന ലംഘിച്ചത് കൊണ്ടാണ്. അല്ലെങ്കിൽ മരിക്കാത്ത അവസ്ഥയിലാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചെന്നാണ് വേദപണ്ഡിതന്മാരുടെ അഭിപ്രായം. ഞാനതിനെക്കുറിച്ച് കൂടുതലൊന്നും പറയാൻ താല്പര്യം. പൗലോസ് പറഞ്ഞ പോലെ പ്രവൃത്തി 20:20 പ്രയോജനമുള്ളതൊന്നും മറച്ചു വയ്ക്കാതെ ഞാൻ മുഴുവനും അറിയിച്ചു തന്നിരിക്കുന്നുവല്ലോ. അപ്പം നമുക്ക് പ്രയോജനമുള്ളത് മാത്രം നമ്മൾ പഠിക്കുക, ധ്യാനിക്കുക. മറ്റു കാര്യങ്ങളൊക്കെ ആവറേജ് അറിയുന്നെങ്കിൽ പഠിക്കുന്നെങ്കിൽ നല്ലതാണ്. അതിനൊരു സമയം അവിടെ. സൗരന്മാരെ കാലം ചുരുങ്ങിയിരിക്കുന്നു. ഇനി നമുക്ക് അങ്ങനെ ഗഹനമായ കാര്യങ്ങൾ പഠിച്ച് മുമ്പോട്ട് പോകാൻ നമുക്ക് പറ്റത്തില്ല. നമ്മുടെ ആത്മാവിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി നമ്മൾ കരുതിക്കൊള്ളുക. ഞാൻ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ചില കാര്യങ്ങളൊക്കെ തുറന്നു പറയണമെന്നൊക്കെ ചിന്തിച്ചെങ്കിലും പിന്നീട് ഞാൻ ചിന്തിച്ചു, എന്തിനു പറയണം? ആവശ്യമില്ലാത്ത കാര്യത്തിലേക്ക് എന്തിനു പോകണം? ഹല്ലേലൂയ. നായ്ക്കളെ സൂക്ഷിപ്പിൻ, ആകാത്ത വേലക്കാരെ സൂക്ഷിപ്പിൻ, വിച്ഛേദനക്കാരെ സൂക്ഷിപ്പിൻ. നായ്ക്കളുണ്ട്, ആകാത്ത വേലക്കാരുണ്ട്, വിച്ഛേദനക്കാരുണ്ട്. അവരെ നമ്മൾ സൂക്ഷിക്കണം. ദൈവവചനത്തെ കോട്ടിക്കളയുന്നവർ, കൂട്ടിച്ചേർക്കുന്നവർ, മറിച്ച് കളയുന്നവരുണ്ട്. അവരെ നമ്മൾ സൂക്ഷിക്കണം. സൂക്ഷിച്ചില്ലെങ്കിൽ എന്തോ പറ്റും പാസ്റ്ററെ? അവരുടെ ദുരുപദേശത്തിൻ്റെ ആ കെണിയിൽ നമ്മൾ കുടുങ്ങിപ്പോവും. ഹല്ലേലൂയ. പൗലോസ് പറഞ്ഞ സുപ്രധാനമായൊരു ഒരു ഉപദേശം ഞാൻ ഇന്ന് പകലിൽ ചിന്തിക്കാനിടയായി. അത് നിങ്ങളുടെ ആത്മീയ വളർച്ചയ്ക്ക് വേണ്ടി നിങ്ങളുടെ മുൻപിൽ ഞാനിത് പ്രസ്താവിക്കാനായിട്ട് പോവുകയാണ്. വളരെ ശ്രദ്ധിച്ച് കേൾക്കുക. 1 തീമോഥെയോസിൻ്റെ ലേഖനത്തിലാണ് ആ വാക്യം. 1 തീമോഥെയോസ് അതിൻ്റെ 1-ാം അധ്യായം 2-ാം വാക്യം മുതൽ അപ്പോസ്തലനായ പൗലോസ് വിശ്വാസത്തിൽ നിജപുത്രനായ തീമോഥെയോസിന് എഴുതുന്നത്: പിതാവായ ദൈവത്തിൽ നിന്നും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൽ നിങ്ങൾക്ക് കൃപയും സമാധാനവും കനിവും ഉണ്ടാകട്ടെ. അന്യതാ ഉപദേശിക്കരുതെന്നും. ശ്രദ്ധിക്കണേ, പൗലോസ് തീമോഥെയോസിന് കൊടുക്കുന്ന വലിയൊരു ആജ്ഞയാണ്. അന്യതാ ഉപദേശിക്കരുതെന്നും, വിശ്വാസമെന്ന ദൈവവ്യവസ്ഥയ്ക്കല്ല, തർക്കങ്ങൾക്ക് മാത്രം ഉതകുന്ന കെട്ടുകഥകളെയും അന്തമില്ലാത്ത വംശാവലികളെയും ശ്രദ്ധിക്കരുതെന്ന് ചിലരോട് ആജ്ഞാപിക്കേണ്ടതിന് നീ എഫെസോസിൽ താമസിക്കണമെന്ന് ഞാൻ മക്കെദോന്യയ്ക്ക് പോകുമ്പോൾ അപേക്ഷിച്ചതുപോലെ ഇപ്പോഴും പറയുന്നു. ഇവിടുത്തെ വിഷയം 3-ാം വാക്യം, അന്യതാ ഉപദേശിക്കരുത്. ഏതാണ് ഈ അന്യതാ ഉപദേശം? അതേ ലേഖനം 6-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യത്തിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പഥ്യവചനവും ഭക്തിക്കൊത്തുപദേശവും അനുസരിക്കാതെ അന്യതാ ഉപദേശിക്കുന്നവൻ ഒന്നും തിരിച്ചറിയാതെ തർക്കത്തിൻ്റെയും വാഗ്വാദത്തിൻ്റെയും ഭ്രാന്ത് പിടിച്ച് ചീർത്തിരിക്കുന്നു. അവയാൽ അസൂയ, ശണ്ഠ, ദൂഷണം, ദുഷംശയം, ദുർബുദ്ധികളും സത്യത്യാഗികളുമായ മനുഷ്യരുടെ വ്യർത്ഥവാദം എന്നിവ ഉളവാകുന്നു. അപ്പോൾ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, അന്യതാ ഉപദേശം. ഏതാണ് ഈ അന്യതാ ഉപദേശം? കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പഥ്യവചനവും ഭക്തിക്കൊത്ത് ഉപദേശവുമാണ് ശരിയായ ഉപദേശം. ആ ഉപദേശമല്ലാത്തതൊക്കെ അന്യതാ ഉപദേശമാണ്. അത് ശ്രദ്ധിക്കരുതെന്നാണ് പൗലോസ് പറഞ്ഞേക്കുന്നത്. ഞാനിത് പൗലോസ് തീമോഥെയോസിനോട് പറഞ്ഞ അതിശക്തമായ ഉപദേശമാണ് ഈ റോമാലേഖനം 5-ാം അധ്യായം പഠിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങളോട് ഞാൻ പറയുന്നത്. അന്യതാ ഉപദേശം നമ്മൾ ശ്രദ്ധിക്കരുത്. പൗലോസ് തീമോഥെയോസിന് കൊടുത്ത താക്കീത് മാത്രമല്ല, സകല മനുഷ്യർക്കുമുള്ളൊരു താക്കീതായിട്ടാണ് ഞാനിതിനെ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അന്യതാ ഉപദേശിക്കരുതെന്നും, വിശ്വാസമെന്ന ദൈവവ്യവസ്ഥയ്ക്കല്ല, തർക്കങ്ങൾക്ക് മാത്രം ഉതകുന്ന കെട്ടുകഥ, അന്തമില്ലാത്ത വംശാവലി ശ്രദ്ധിക്കരുതെന്നും ചിലരോട് ആജ്ഞാപിക്കേണ്ടത്. അപ്പൊ ഈ അന്യതാ ഉപദേശം നമ്മൾ ശ്രദ്ധിക്കരുത്, വിട്ടുകളയണം. അത് വിട്ട് നമ്മൾ ഏത് പഠിക്കണം? കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പഥ്യവചനവും ഭക്തിക്കൊത്ത് ഉപദേശവും. കണ്ടോ, എത്ര ക്ലിയർ ആയിട്ടാണ് ഞാൻ പറയുന്നത്, എത്ര ക്ലിയർ കട്ടായിട്ടാണ് ഞാൻ പറയുന്നത്. നമ്മുടെ സമയവും നമ്മുടെ ആരോഗ്യവും നമ്മുടേതെല്ലാം ഇനി അതും ഇതും പറഞ്ഞ് കളയാൻ ഇല്ല പ്രിയപ്പെട്ടവരെ. നിങ്ങളുടെ സ്നേഹബുദ്ധിയോടെ പറയുക, അതും ഇതും പറയാൻ നമുക്ക് സമയമില്ല. പൗലോസ് തീമോഥെയോസിനോട് പറയുന്നു,
ക്രിസ്തുയേശുവിൻ്റെ നല്ല ഭടനായി നീ എന്നോടുകൂടി കഷ്ടം സഹിക്കുക. ഭടൻ ഒരു നല്ല ഭടൻ. നമ്മൾ ഭടന്മാരാ. നമ്മൾ യുദ്ധകളത്തിലാണ് നിൽക്കുന്നത്. ലോക ജഡം പിശാചിനോട് നമുക്ക് യുദ്ധമുണ്ട്. ആദ്യത്തെ മുഖ്യ ശത്രു നമുക്ക് നാം തന്നെയാണ്. നമ്മുടെ ജഡസ്വഭാവങ്ങളോട് യുദ്ധം ചെയ്യുക. ലോകത്തിലെ അശുദ്ധി നമ്മളിലേക്ക് വരാതിരിക്കാൻ നമ്മൾ യുദ്ധം ചെയ്യുക. പിശാചിന്റെ പ്രവൃത്തിയിൽ നമ്മൾ കുടുങ്ങി പോകാതിരിക്കാൻ യുദ്ധം ചെയ്യുക. അത് ദൈവത്തിന്റെ സർവായുധവർഗം ധരിച്ചുകൊണ്ടായിരിക്കണം. സത്യമരയ്ക്ക് കെട്ടി നീതി എന്ന വചനം ധരിച്ച് സമാധാന സുവിശേഷം കാലിച്ചരിപ്പാക്കി സകല ദുഷ്ടന്റെ ദീയമ്പളെ കെടുപ്പാൻ തക്കൊണ്ട് വിശ്വാസം എന്ന പരിചയം രക്ഷയുടെ ശിരസ്ത്രവും ദൈവവചനം എന്ന ആത്മാവിൻ്റെ വാളും ഏത് നേരത്തെ ആത്മാവിൽ പ്രാർത്ഥിച്ചു. 1 പത്രോസ് 4:1 7 ആയുധങ്ങളോടുകൂടി ആഡ് ചെയ്യപ്പെടാൻ ഒരു ആയുധം കൂടിയുണ്ട്. കഷ്ടത എന്ന ഭാവം ആയുധമായി ധരിപ്പിക്കും. ഈ ആത്മീയ ആയുധങ്ങൾ ധരിച്ചുകൊണ്ട് ലോകത്തോടും ജഡത്തോടും പിശാചിനോടും യുദ്ധം ചെയ്ത് വിജയശ്രീ ലാളിതരായി നിൽക്കുന്ന ദൈവമക്കൾക്കാണ് നിത്യതയ്ക്ക് അവകാശം. എല്ലാവരെയും കൊണ്ടുപോകാനല്ല കർത്താവ് വരുന്നത്. നമ്മുടെ സമയങ്ങൾ നമ്മൾ നഷ്ടപ്പെടുത്തി കളയരുത്. ഇനി കിട്ടിയിരിക്കുന്ന ഹ്രസ്വകാലം ഈ പ്രമാണം അനുസരിച്ച് ജീവിച്ച് നിത്യതയ്ക്ക് വേണ്ടി പോകാൻ നമ്മൾ ഒരുങ്ങണം, ഉണരണം, സദാകാലം ഉണർന്നു പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണം. ഇതാണ് ലോകത്തെമ്പാടുമുള്ള ദൈവമക്കളോട് എനിക്ക് പറയാനുള്ള ഏറ്റവും വലിയ സന്ദേശം. ഇവരെ നോക്കിയാൽ മുമ്പോട്ട് പോകത്തില്ല. നമ്മള് നല്ലൊരു ദൂതിപ്പ് എൻ്റെ ഹൃദയത്തിൽ വരിക കേട്ടോ. എബ്രായലേഖനം 12-ാം അധ്യായത്തിൽ പൗലോസ് പറയുന്നു, ആകയാൽ നാമം സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നുണ്ട്. സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമുക്ക് മുമ്പിൽ വെച്ചിന് ഓട്ടം സ്ഥിരതയോടെ ഓടുക. വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കുക. അവിടെ ആരെയുണ്ട് നോക്കാൻ? ഒത്തിരി പേരുണ്ട്. എൻ്റെ ഒരു ഫേവറേറ്റ് സബ്ജക്റ്റാണത്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് അത് അല്പം നിയോഗം വരുമ്പോഴേ പ്രസംഗിക്കത്തുള്ളൂ. അപ്പോഴല്ലേ പ്രസംഗിക്കാൻ പറ്റത്തുള്ളൂ. 11-ാം അധ്യായത്തിൽ ആദാം മുതൽ ആരെയൊക്കെ എടുത്ത് പറയുന്നുണ്ട്. ഹാബേലാണ്, ആദാമല്ല, ഹാബേൽ. പിന്നെ അത് കഴിഞ്ഞ് ആരാ? ഹാനോക്ക്. അത് കഴിഞ്ഞ് ആരാ? നോഹ. അത് കഴിഞ്ഞ് ആരാ? അബ്രഹാം. അത് കഴിഞ്ഞ് ആരാ? സാറ. അത് കഴിഞ്ഞ് ആരാ? ഇസഹാക്ക്, മോശ. പിന്നെ റാഹബ്. ഇവിടെ പൗലോസ് പറയുന്നത് ഹാബേൽ മുതൽ ശമൂവേൽ പ്രവാചകന്മാർ വരെ. രാഹബ് കഴിഞ്ഞിട്ട് ഗിദിയോൻ, ബാരക്ക്, ശിംശോൻ, ഇബ്താഖ്, ദാവീദ്, ശമൂവേൽ. ഇത്രയും പേരുടെ പേര് പറഞ്ഞതിന് ശേഷം പിന്നെ പറയുന്നത് മുതലായ പ്രവാചകന്മാരെയും കുറിച്ച് വിവരിപ്പാൻ സമയം പോരാ. വിശ്വാസത്താൽ അവർ രാജ്യങ്ങളുടെ ഇടയ്ക്ക് നീതി നടത്തി, വാഗ്ദത്തം പ്രാപിച്ച് സിംഹങ്ങളുടെ വായടച്ചു, തീയുടെ ബലം കെടുത്തു, വാളിന്റെ വായ്ക്കലേക്ക് തെറ്റി, വെറുതെ ശക്തി പ്രാപിച്ചു, യുദ്ധത്തിൽ വീരന്മാരായി തീർന്നു, അന്യന്മാരുടെ സൈന്യത്തെ ഓടിച്ചു. ഇങ്ങനെ പറഞ്ഞു വന്നിട്ട് അവരെല്ലാവരും വാഗ്ദത്തം നിവൃത്തി പ്രാപിച്ചില്ല. അവർ നമ്മെ കൂടാതെ രക്ഷാപൂർത്തി പ്രാപിക്കേണ്ടതിന് ദൈവം നമുക്ക് വേണ്ടി ഏറ്റവും നല്ലത് മുൻകരുതി. ഏറ്റവും നല്ലതെന്ന് പറഞ്ഞാൽ എന്താ? മണവാട്ടി പദം, യേശുക്രിസ്തുവിനോട് കൂടെ ആയിരിക്കാൻ. ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് ഈ 12-ാം അധ്യായത്തിൽ ആകിയാൽ നാമ സാക്ഷികളിൽ ഇത്ര വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നുണ്ട്. ആരാ? ഹാനോക്ക് തൊട്ട് ശമൂവേൽ പ്രവാചകന്മാർ വരെ പേരെടുത്ത് പറഞ്ഞിരിക്കുന്നവരും അല്ലാത്തവരുമായ ഒരു വലിയ ഭക്തന്മാരുടെ നിര ഇവിടെ നിൽപ്പുണ്ട്. അവരെല്ലാം കൂടി കൺക്ലൂഷൻ ചെയ്തിട്ട് പൗലോസ് 12-ാം അധ്യായത്തിലേക്ക് കയറി പറയുന്നു, സാക്ഷികളുടെ ഒരു വലിയ സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് നാം സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമുക്ക് മുമ്പിൽ വെച്ചിനോട്ട് സ്ഥിരതയോട് കൂടുക. വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കുക. കണ്ടോ, എത്ര മനോഹരമായ നിലയിൽ ദൈവത്തിൻ്റെ ആത്മാവ് ആ വിഷയങ്ങളെ കോർത്തിണക്കി കൊണ്ടുവന്ന് പറയുക. ഈ പഴയ നിയമത്തിൽ ആരെയും നമ്മൾ നോക്കരുത്. വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കുക. എന്താ കാര്യം? ഹീസ് എ ഓഥർ ആൻഡ് ഫിനിഷർ. യേശു സകലത്തിൻ്റെയും സകലമാണ്, ഓട്ടം തികച്ചവനാണ്. ഇവരോ ഓട്ടം തികച്ചിട്ടില്ല. ഇവരെല്ലാം വിശ്രാമതലത്ത് കിടക്കുക. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ,
അതുകൊണ്ട് നമ്മൾ ഈ ലോകത്തിൽ ആരെയും നോക്കണ്ടെന്നാണ് എൻ്റെ ദൈവത്തിൻ്റെ ആത്മാവ് എന്നോട് പറയാൻ. വചനം അങ്ങനെ പറയുന്നു. Look to Jesus, unto Jesus. He is the author and finisher. അവൻ ഓട്ടം തികച്ചു. അവൻ ഫിനിഷിംഗ് പോയിന്റ് തികച്ചു. മറ്റവരാരും ഫിനിഷ് ചെയ്തില്ല. എല്ലാവരും വിശ്രാമത്തിലെടുത്ത് സ്വർഗത്ത് ആരും പോയില്ല. യേശു മാത്രമേ ഉള്ളൂ സ്വർഗത്ത്. അതാ പൗലോസ് പറയുന്നത്. സ്വർഗത്ത് പോയി യേശുവിനെ നോക്കേ. ഈ ലോകത്തിൽ വീണ് കിടക്കുന്ന മനുഷ്യരെ നോക്കിയാൽ, പാസ്റ്ററെ നോക്കിയാൽ നമ്മൾ തളർന്നു പോകാൻ, നിരാശപ്പെടാൻ സാധ്യതയുണ്ട്. ഇതൊരു ദൈവത്തിൻ്റെ ദൂത. ഏറ്റെടുത്തു. എല്ലാവരോടും ഞാൻ പറയുക. ഞാൻ ഈ ഭാഗം സംസാരിക്കാനായിട്ട് ഇറങ്ങുന്നപ്പോൾ, റോമാലയിൽ ഇരുന്നപ്പോൾ വളരെ പ്രാർത്ഥിച്ചു, കർത്താവേ, നല്ല ശക്തമായ ദൈവത്തിൻ്റെ ആലോചന ജനത്തോട് പറയാൻ എൻ്റെ നാവിനെ ഉപയോഗിക്കണമേ. അതാ ഞാനിങ്ങനെ പറയുന്നത്. യേശുവിനെ നോക്ക്. തോറ്റ് തൊപ്പിയിട്ട് കിടക്കുന്നവനെ നോക്കണ്ട, വിട്ടേക്കട്ടെ, ലിവ് ഇറ്റ്. ഹല്ലേലൂയ. അവരെ നോക്കിയാൽ നമുക്ക് പ്രയാസം വരും, ബുദ്ധിമുട്ടുകൾ വരും. അപ്പൊ പാസ്റ്റർ എന്ത് ചെയ്യണം? അദ്ദേഹം പ്രാർത്ഥിച്ചു അവർക്ക് വേണ്ടി. കർത്താവെ രക്ഷിക്കണമേ, കർത്താവ് അവരുടെ കരുണ കാണിക്കണമേ, കർത്താവ് അവരെ മടക്കി വരുത്തണമേ, കർത്താവ് അവരെ യഥാസ്ഥാനപ്പെടുത്തണമേ, കർത്താവ് ഒരു മാനസാന്തരം കൊടുക്കണമേ. ബസ് എന്നിട്ട് വിട്ടേക്കുക. ഇതൊരു ദൈവാലോചനയാണ്. ഏറ്റെടുത്തോളുക. കാരണം പൗലോസ് അങ്ങനെയാണ് പഠിപ്പിക്കുന്നത്. ഞാൻ ചോദിക്കട്ടെ, ഈ ഹാവേലിന്റെ യാഗത്തിൽ ദൈവം പ്രസാദിച്ചു. അബ്രഹാം ദൈവത്തിന്റെ സ്നേഹിതൻ. മോശയെ പോലൊരു പ്രവാചകൻ ഉണ്ടായിട്ടില്ല. യോസേഫ് ആരാ? യേശുക്രിസ്തുവിന്റെ നിഴലാ. യാക്കോബ് ആരാ? ഗോത്ര പിതാവാ. എൻ്റെ ദൈവമേ, ഈ വമ്പന്മാരായ കഥാപാത്രങ്ങളൊക്കെ എടുത്തു പറഞ്ഞിട്ടാണ് പൗലോസ് പറയുന്നത്, വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നതിനുമായ യേശുവിനെ നോക്കുക. ഹല്ലേലൂയ. ഹീസ് ഓഥർ ആൻഡ് ഫിനിഷർ. അവൻ സകലത്തിനും സകലവുമാണ്. അവൻ ഓട്ടം തികച്ചവനാണ്. അവൻ ജയാളിയാണ്. അവൻ മരണത്തെ കീഴ്പ്പെടുത്തിയവനാണ്. മറ്റാർക്കും അതുണ്ടായിട്ടില്ല. ഇനി കർത്താവിൻ്റെ വരവിലെ അവരെല്ലാം ഉയർത്തെഴുന്നേറ്റ് വരുന്നുള്ളൂ. അതുകൊണ്ട് യേശുവിനെ നോക്കുക. പൗലോസ് അതാ പറഞ്ഞു, ഞാൻ കർത്താവിൻ്റെ അനുകാരിയായിരിക്കും, നിങ്ങൾ എൻ്റെ അനുകാരികളാകുക. കർത്താവിനെ നമുക്ക് ഫോളോ ചെയ്യാം, അപ്പോസ്തലന്മാരെ നമുക്ക് ഫോളോ ചെയ്യാം. ലോകത്തിൽ ഒരു മനുഷ്യനെ നോക്കാൻ നമുക്ക് പ്രമാണമില്ല. എന്നെ ദൈവം പഠിപ്പിച്ചു. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. നമ്മൾ നിരാശപ്പെട്ടു പോകും. നിങ്ങൾ എന്നെ നോക്കരുത്, നിരാശപ്പെട്ടു പോകും. ഞാനൊരു മനുഷ്യനാണ്. എൻ്റെ ആത്മീയ നിലവാരങ്ങൾ താണും കൂടിയും കുറഞ്ഞു നോക്കിയിരിക്കാം. എൻ്റെ പ്രാർത്ഥനയും എൻ്റെ വചനധ്യാനവും എൻ്റെ വിശുദ്ധ ജീവിതവും എൻ്റെ ദൈവവുമായിട്ടുള്ള ബന്ധമനുസരിച്ച് എൻ്റെ ആത്മീയ നിലവാരം കൂടിക്കൊണ്ടിരിക്കും. ഇല്ലെങ്കിൽ ഞാൻ കുറഞ്ഞു വട്ട സീറുമാകും. അപ്പൊ എന്നെ നോക്കിയാൽ എന്ത് പറ്റും? തകർന്നു പോകും. ഹല്ലേലൂയ. രക്ഷാനുഭവത്തിൽ നിലനിൽക്കുന്ന വ്യക്തികളെല്ലാം ഒരേ ആത്മീയ നിലവാരത്തിലാകണമെന്നില്ല. ചില സമയത്ത് നന്നായി നിന്ന് ശോഭിച്ചു നിന്ന ഒരു കാലഘട്ടം, അത് കഴിഞ്ഞ് ഡൗൺ ആകും. അതിന് കാരണക്കാരൻ ദൈവമല്ല, അവരവർ തന്നെയാ. ഓരോരുത്തർക്ക് വിശ്വാസത്തിന്റെ അളവ് പങ്കിട്ടതുപോലെ ആ അളവ് പങ്കിട്ടതിനനുസരിച്ച് അവരവർ ഭാവിക്കണം. അപ്പുറം കയറി ഭാവിച്ചാൽ നേരെ തലയെ കുത്തി തറയിൽ പോകും. സൂപ്പർമാനാന്ന് ആകാൻ ആരും ശ്രമിക്കണ്ട. എന്നാള് ഒരു പാസ്റ്ററോട് ഞാൻ പറഞ്ഞു, പാസ്റ്റേ, ഈ അത്ഭുത അടയാളത്തിൻ്റെ പിറകെ പോകാതെ ദൈവവചനം പ്രസംഗിച്ച് ജനത്തെ കർത്താവിൻ്റെ ഒരുണ്ടി ഒരുക്കാന്നൊക്കെ പുള്ളി പറയാ. ഞാൻ ചെയ്തതിൽ അധികം ചെയ്യുമെന്ന് വചനം പറയുന്നുണ്ടല്ലോ. അത് ചെയ്യാൻ നടക്കുക പുള്ളി. സംഭവം തലയെ കുത്തി കിടക്കുക. എൻ്റെ ഒരു സ്നേഹിതനാ, പേരൊന്നും പറയുന്നില്ല. ഹല്ലേലൂയ. ഞാൻ ചെയ്തതിലും അധികം ചെയ്യും. അതുകൊണ്ട് സാത്താൻ അതല്ലേ, പിശാചിൻ്റെ ചിന്ത എന്തായിരുന്നു? സാത്താൻ്റെ അവൻ്റെ മേലെ കയറിയിരിക്കും. അവിടെ ഓരോരുത്തരും വിശ്വാസത്തിൻ്റെ അളവ് പങ്കിട്ടതുപോലെ അതിൻ്റെ ഉള്ളിൽ നിന്ന് പ്രവർത്തിക്കേ, അതിലപ്പുറം കയറല്ലേ. എനിക്ക് തന്നിരിക്കുന്ന വചന വെളിപ്പാടുകൾ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുക. എന്നെ കർത്താവ് ഏൽപ്പിച്ച ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുക. മറ്റതിലപ്പുറം എന്തെങ്കിലും ചെയ്യണമെങ്കിൽ കർത്താവ് അതിനുവേണ്ടി എന്നെ ഒരുക്കട്ടെ. ഹല്ലേലൂയ. എന്നിലൂടെ കർത്താവ് പ്രവർത്തിക്കാൻ ഞാൻ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ടിരിക്കുക. റോമർ 15:18 എന്നെ പഠിപ്പിച്ചതാ. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം അത് പറഞ്ഞെന്നാ തോന്നുന്നത്. എന്നിലൂടെ ദൈവമേ നീ പ്രവർത്തിക്കണമേ, എന്നിലൂടെ സംസാരിക്കണമേ. എൻ്റെ നാവ് അങ്ങയുടെ നാവായി മാറട്ടെ, എൻ്റെ കരങ്ങൾ അങ്ങയുടെ കരങ്ങളായി മാറട്ടെ. ഹല്ലേലൂയ. അങ്ങനെ പോകുമ്പോൾ ദൈവത്തിൻ്റെ മഹത്വം നമ്മളിലൂടെ വെളിപ്പെടും. പ്രിയമുള്ളവരെ, ഞാൻ വചനത്തിലേക്ക് മടങ്ങി വരുന്നു. ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ. എങ്ങനെ മരണം കടന്നു? അനുസരണക്കേട് കൊണ്ട്.
ആക്ഷരിക മരണവും ആത്മാവിൻ്റെ മരണവും സംഭവിച്ചു. ഹല്ലേലൂയ. മരണപ്പെട്ടു പോകാനല്ല മനുഷ്യരെ സൃഷ്ടിച്ചത്. ദൂതന്മാരെ സൃഷ്ടിച്ചിട്ട് എന്താ? അവരന്ന് ഇന്നൊക്കെ ഉണ്ടല്ലോ. അതുപോലൊരു സൃഷ്ടിപ്പാണ് മനുഷ്യരെ സൃഷ്ടിച്ചെന്നാണ് വേദപണ്ഡിതന്മാർ അവകാശപ്പെടുന്നത്. എന്നാൽ പാപം ചെയ്തപ്പോൾ, അകൃത്യം ചെയ്തപ്പോൾ, അരുത് എന്ന് പറഞ്ഞ ആ കൽപ്പന ലംഘിച്ചപ്പോൾ എന്തു പറ്റി? അവൻ ആ ശാരീരിക മരണത്തിനും വിധേയനായി. ആത്മാവിൻ്റെ മരണവും അവനിൽ സംഭവിച്ചു. ഈ അവസ്ഥയിൽ നിന്ന് വിടുവിച്ചെടുക്കുന്ന ഭാഗമാണ് റോമാലേഖനം 5-ാം അധ്യായത്തിലെ പഠനം. ദൈവവുമായിട്ട് തെന്നിപ്പോയ മനുഷ്യനെ ദൈവം നിരപ്പിച്ചു, പിതാവ് നിരപ്പിച്ചു. ദൈവസ്നേഹമില്ലാതെ കിടന്നവനെ ആത്മാവ് ഉള്ളിലാക്കി സ്നേഹിക്കുന്ന ഒരു വ്യക്തിത്വമാക്കി മാറ്റി. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ശിക്ഷയേറ്റ് മരണത്തിന് വിധിക്കപ്പെട്ട വ്യക്തിയെ യേശുക്രിസ്തുവിൽ വിശ്വസിച്ചപ്പോൾ അവൻ കുറ്റവാളിയല്ലെന്ന് കണ്ട് അവനെ നീതീകരിച്ചു. അവനെ കൊന്നുകളയേണ്ട അവസ്ഥയാ പാപം അവൻ ചെയ്തിരിക്കുന്നത്. പക്ഷേ തൻ്റെ പുത്രനിൽ വിശ്വസിച്ചപ്പോൾ അവനെ ദൈവം നീതീകരിച്ചു. റോമാലേഖനം 3-ാം അധ്യായം നീതീകരണത്തെക്കുറിച്ച് പഠിപ്പിക്കുന്ന പ്രസക്ത ഭാഗമാണ്. അതിപ്പോൾ പറയാൻ നേരമില്ല. ഇപ്പം ഇനി അധ്യായം അങ്ങോട്ട് തീർക്കാൻ ശ്രമിക്കുക. സൺഡേയിൽ ഞങ്ങൾ വേറെ ചാപ്റ്റർ പഠിക്കാനായിട്ട് കയറുക. ഇന്ന് നാളെയുമായിട്ട് ഈ വിഷയം തീർക്കുകയാണ്. ഒരാഴ്ചയാണ് ഞങ്ങളുടെ ഒരു അധ്യായത്തിൻ്റെ പഠനം. എന്താ ഭാഷ അങ്ങനെ എടുക്കുന്നത്? അത് ശാന്തമായിട്ട് പഠിച്ചു പോവാം. പല കാര്യങ്ങൾക്ക് ഓർത്തിണക്കി പഠിക്കാം. ഇവിടെ ഒരു അധ്യായം എടുത്ത് എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കൂട്ടി ആരുടെയും കണക്കൊന്നും ബോധിപ്പിക്കേണ്ട കാര്യമില്ലല്ലോ. പാവങ്ങൾ ആരെങ്കിലും ഇതൊക്കെ പഠിക്കുന്നെങ്കിൽ പഠിച്ചു പോക്കോട്ടെ. ലേഖനങ്ങൾ ആരെയും പഠിപ്പിക്കുന്നില്ലല്ലോ. കർത്താവിൻ്റെ വരവിനെ കുറിച്ച് ആരെയും പഠിപ്പിക്കുന്നില്ലല്ലോ. പുതിയ നിയമ സത്യങ്ങൾ ആരെയും പഠിപ്പിക്കുന്നില്ലല്ലോ. അതുകൊണ്ട് ഞങ്ങൾ ശാന്തമായി പഠിപ്പിച്ചുകൊണ്ടിരിക്കുക. ഞാനും പഠിച്ചുകൊണ്ടിരിക്കുക. പഠിക്കുന്നത് ഞാൻ മറ്റുള്ളവരെ ഗ്രഹിപ്പിച്ചുകൊണ്ടിരിക്കുക. ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ കടന്നു. ഇങ്ങനെ എല്ലാവരും പാപം ചെയ്യുകയാൽ മരണം സകല മനുഷ്യരിലും പറഞ്ഞിരിക്കുന്നു. അപ്പം മരണം എന്തുകൊണ്ടുണ്ടായി? പാപനിമിത്തം. ആദാം പാപം ചെയ്തപ്പോൾ ആദാമി പാപനിമിത്തം മരണം സകല മനുഷ്യരിലും പരന്നു. അതവിടെ പൗലോസ് പറയുന്നത്. പാപമോ ന്യായപ്രമാണം വരെ ലോകത്തിലുണ്ടായിരുന്നു. അപ്പം ന്യായപ്രമാണത്തിൻ്റെ വ്യവസ്ഥിതിയിലാണ് പാപം ഉണ്ടായത്. ഈ പാപം മാറ്റപ്പെടുന്നത് എങ്ങനെയാ? ന്യായപ്രമാണം വരെ പാപം ഉണ്ടായിരുന്നു പറഞ്ഞാൽ എൻ്റെ കാര്യം എന്താ? നിർപ്പാപ യുഗം തൊട്ട് ന്യായപ്രമാണം വരെ യേശുക്രിസ്തു വന്നില്ല. യേശുക്രിസ്തു വരുന്നു 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 വരുന്നെന്നാണ് ഉൽപ്പത്തി മുതൽ സ്ത്രീയുടെ സന്തതി സർപ്പത്തിൻ്റെ തല തെറുക്കുക അവിടെ തൊട്ട് തുടങ്ങി. എല്ലാ പഴയ നിയമ പുസ്തകങ്ങളും വിളിച്ചോതുന്നൊരു സത്യം, ഒരു ക്രിസ്തു വരുന്നു, ഒരു യാഗമൃഗം വരുന്നു, ദൈവപുത്രൻ വരുന്നു, മാനവജാതിയുടെ പാപപരിഹാരത്തിനായി ഒരുവൻ വരുന്നുണ്ട്, പുസ്തകച്ചോറിൽ എഴുതിയിരിക്കുന്ന അനുസരിച്ച് ഒരുവൻ വരുന്നുണ്ട്, അവനെ പിതാവ് അയച്ചിട്ടുണ്ട്, അവൻ വരുന്നു. യഹൂദന്മാർ കോടാനുകോടി യാഗമൃഗങ്ങളെ അറുത്തുകൂട്ടിയത് മുഴുവൻ യേശുക്രിസ്തുവിൻ്റെ പരമയാഗത്തിന് നിഴലായിട്ടാണ് കിടക്കുന്നത്. എന്നാൽ ക്രിസ്തുവിൻ്റെ പരമയാഗം പൊരുളായി യാഥാർത്ഥ്യമായപ്പോൾ നിഴലുകളെ ദൈവം മാറ്റി. അനേക ഭക്തന്മാർ പിന്നെ അറിയാതിരിക്കുക. ഇപ്പോഴും യാഗവും അതും ഇതൊന്നും പറഞ്ഞ് നിൽക്കുക പലരും, കോഴിപ്പോരിൽ നിൽക്കുന്ന പോലെ. യേശുക്രിസ്തുവിൻ്റെ യാഗം, ലോകത്തിൻ്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടായി യേശുക്രിസ്തു യാഗമായതോടുകൂടെ സകല യാഗങ്ങൾക്കും തിരശ്ശീല വന്നു. ഹല്ലേലൂയ. അത് ചില വാക്യത്തിലൂടെ ഒന്ന് പറഞ്ഞു തരണമല്ലോ. യെസ്, തീർച്ചയായിട്ടും. നമുക്ക് എബ്രായ ലേഖനത്തിലേക്ക് വരാം. ഹല്ലേലൂയ, ഹല്ലേലൂയ.
എബ്രായ ലേഖനം പഠിക്കുമ്പോൾ ന്യായപ്രമാണം വരുവാനുള്ള നന്മയുടെ നിഴലില്ലാതെ കാര്യങ്ങളുടെ സാക്ഷാൽ സ്വരൂപമില്ലായ്ക കൊണ്ട് ആണ്ടുതോറും ഇടപെടാതെ കഴിച്ചു വരുന്ന അതേ യാഗങ്ങളാൽ അടുത്ത് വരുന്നവർക്ക് സൽഗുണപൂർത്തി വരുത്തുവാൻ ഒരു നാളും കഴിവുള്ളതല്ല. നിയമക്കളെ അത് വായിച്ച് പഠിക്കണം ശരിക്ക്. അല്ലെങ്കിൽ ആരാധനക്കാരൻ ഒരിക്കൽ ശുദ്ധി വന്ന ശേഷം പാപങ്ങളെക്കുറിച്ചുള്ള മനോബോധം പിന്നെയും ഇല്ലായ്ക കൊണ്ട് യാഗം കഴിക്കുന്നത് നിന്നു പോകുകയില്ലയോ? ഇപ്പോഴും ആണ്ടുതോറും ഇവയാൽ പാപങ്ങളുടെ ഓർമ്മയുണ്ടാകുന്നു. കാളകളുടെയും ആട്ടുകൊറ്റന്മാരുടെയും രക്തത്തിന് പാപങ്ങളെ നീക്കുവാൻ കഴിവുള്ളതല്ല. ആകയാൽ ലോകത്തിൽ നീ വരുമ്പോൾ ഹനനയാഗവും വഴിപാടും നീ ഇച്ഛിച്ചില്ല. എന്നാൽ ഒരു ശരീരം എനിക്കായി ഒരുക്കിയിരിക്കുന്നു. സർവാംഗ ഹോമയാഗങ്ങളിലും പാപയാഗങ്ങളിലും നീ പ്രസാദിച്ചില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇതാ ഞാൻ വരുന്ന പുസ്തകച്ചുരുളിൽ എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നു. ദൈവമേ, നിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ വരുന്നു എന്നവൻ പറയുന്നു. ന്യായപ്രമാണപ്രകാരം കഴിച്ചു വരുന്ന യാഗങ്ങളും വഴിപാടുകളും സർവാംഗ ഹോമയാഗങ്ങളും പാപയാഗങ്ങളും നീ ഇച്ഛിച്ചില്ല, അവയിൽ പ്രസാദിച്ചില്ല എന്നിങ്ങനെ പറഞ്ഞ ശേഷം, ഇതാ ഞാൻ നിന്റെ ഇഷ്ടം ചെയ്യാൻ വരുന്നു. ലോകത്തിൻ്റെ പാപത്തെ ചുമക്കുന്ന ദൈവകുഞ്ഞാട് പറയും, ഇതാ ഞാൻ നിന്റെ ഇഷ്ടം ചെയ്യാൻ വരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവൻ രണ്ടാമത്തേതിനെ സ്ഥാപിപ്പാൻ ഒന്നാമത്തേതിനെ നീക്കിക്കളയുന്നു. രണ്ടാമത്തേതെന്താ? ഒന്നാമത്തേതെന്താ? രണ്ടാമത്തേത് യേശുക്രിസ്തുവിൻ്റെ പരമയാഗത്തിലൂടെ ഒന്നാമത്തെ വ്യവസ്ഥിതികളെ നീക്കിക്കളയുന്നു. ആ ഇഷ്ടത്താൽ നാം യേശുക്രിസ്തുവിൽ ഒരിക്കലായി കഴിച്ച ശരീരയാഗത്താൽ വിശദീകരിക്കപ്പെട്ടിരിക്കുന്നു. ഏത് പുരോഹിതനും ദിവസേന ശുശ്രൂഷിച്ചും പാപങ്ങളെ പരിഹരിപ്പാൻ ഒരു നാളും കഴിയാത്ത അതേ യാഗങ്ങളെ കൂടെ കഴിച്ചുകൊണ്ട് നിൽക്കുന്നു. യേശുവോ പാപങ്ങൾക്ക് വേണ്ടി ഏകയാഗം കഴിച്ചിട്ട് എന്നേക്കും ദൈവത്തിൻ്റെ വലത്തുഭാഗത്ത് ഇരുന്നു കൊണ്ട് തൻ്റെ ശത്രുക്കൾ തൻ്റെ പാദപീഠമാകുവോളം കാത്തിരിക്കുന്നു. 14 വാക്യം, ഏകയാഗത്താൽ അവൻ വിശുദ്ധീകരിക്കപ്പെടുന്നവർക്ക് സദാകാലത്തേക്കും സൽഗുണപൂർത്തി വരുത്തിയിരിക്കുന്നു. അത് പരിശുദ്ധാത്മാവും നമുക്ക് സാക്ഷീകരിക്കുന്നു. ഈ കാലം കഴിഞ്ഞ ശേഷം അവരോട് ചെയ്യാനിരിക്കുന്ന നിയമം ഇങ്ങനെയാകുന്നു. എങ്ങനെയാകുന്നു? കൽപ്പനകൾ ന്യായപ്രമാണം മോശ മുഖാന്തരം കൊടുത്തെങ്കിൽ എൻ്റെ ന്യായപ്രമാണം അവരുടെ ഉള്ളിലാക്കി അവരുടെ ഹൃദയങ്ങളിൽ എഴുതുമെന്ന് കർത്താവിൻ്റെ അരുളപ്പാട് എന്ന് അരുളി ചെയ്ത ശേഷം അവരുടെ പാപങ്ങളെയും അകൃത്യങ്ങളെയും ഞാൻ ഇനി ഓർക്കയില്ല എന്ന് അരുളി ചെയ്യുന്നു. എന്നാൽ ഇവയുടെ മോചനം ഉള്ളിടത്ത് ഇനിമേൽ പാപങ്ങൾക്ക് വേണ്ടി ഒരു യാഗവും ആവശ്യമില്ല. ചിന്തിക്കുക, മുഴുവൻ യാഗങ്ങളും മാറ്റപ്പെട്ടു. ഹല്ലേലൂയ. പാപം മരണം വരെ, ആദാം മുതൽ മോശ വരെ വാണിരുന്നു പാപം. മോശയുടെ പ്രമാണം, ന്യായപ്രമാണം നിൽക്കുന്നവരെ പാപം പാണു. എന്നാൽ യോഹന്നാൻ സ്നാപകൻ യേശുക്രിസ്തുവിന് വഴികാട്ടി വന്നു. യേശുക്രിസ്തു വന്നു, പാപപരിഹാരത്തിനായി കാൽവരി ക്രൂശിൽ മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ ആ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവൻ എന്തുണ്ട്? ഇനി യാഗം കഴിക്കണ്ട, അവനെ ദൈവം നീതീകരിക്കുന്നു. അനീതീകരണം പ്രാപിച്ചവൻ നീതി ചെയ്ത് വിശുദ്ധീകരണം പ്രാപിച്ച് തേജസ്കരണത്തിലേക്ക് നടത്തപ്പെടുന്നു. ഇതാണ് റോമാലേഖനത്തിലെ ക്ലൂ ആയിട്ടുള്ളൊരു വിഷയം. നീതീകരണം പ്രാപിച്ചവൻ നീതി ചെയ്ത് വിശുദ്ധീകരണം പ്രാപിച്ച് തേജസ്കരണത്തിലേക്ക് നടത്തപ്പെടുന്നു. നീതീകരണം, വിശുദ്ധീകരണം, തേജസ്കരണം. വലിയ ക്ലാസ്സാ. ഗഹനമായ ഒരു 8-10 ക്ലിപ്പൊക്കെ ചെയ്തെടുക്കേണ്ട ക്ലാസ്സാണ്. പെട്ടെന്ന് പറഞ്ഞു പോവുക. അത് ഫ്യൂച്ചറിൽ നമ്മളത് കർത്താവിൻ്റെ നിയോഗമനുസരിച്ച് ഞാൻ ഈ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. ചെവിയുള്ളവരൊക്കെ കേൾക്കട്ടെ. അല്ല ഞാനെന്ത് പറയാനാ? ഒരു പൊട്ടനെ പോലെ ഒന്നും അറിയാതെ ജീവിച്ചിരുന്നൊരു കാലഘട്ടത്തിൽ പിതാക്കന്മാരിൽ നിന്ന് ഈ ഉപദേശങ്ങൾ പഠിക്കുവാൻ കർത്താവ് കൃപയാൽ എനിക്ക് ഭാഗ്യം നൽകി. ആത്മീയ കോളത്തിലെ ഏറ്റവും വലിയ സന്തോഷം അനുഭവിക്കുന്ന ഒരു വ്യക്തിയിൽ ഒരാളാണ് ഞാൻ. എനിക്ക് ധൈര്യമായിട്ടത് പറയാൻ കഴിയും. ഭാവിയെക്കുറിച്ച് എനിക്ക് വലിയ സന്തോഷമുണ്ട്, പ്രത്യാശയുണ്ട്. എനിക്കൊരു കാൽക്കുലേഷനുണ്ട്. എൻ്റെ കർത്താവ് വരുമ്പോൾ കർത്താവിനോടൊപ്പം എനിക്കായിരിക്കാൻ കഴിയുമെന്ന്. കാരണം എന്താ? യേശുക്രിസ്തുവിലൂടെയുള്ള നീതീകരണവും വിശുദ്ധീകരണവും തേജസ്കരണവും പ്രാപിക്കുമെന്നുള്ള പ്രത്യാശ. വചനത്തിലൂടെ അറിവ് കിട്ടി. സകല വചനത്തിലും പരിജ്ഞാനത്തിലും സമ്പന്നരാകുക. ഇന്നത്തെ ക്രൈസ്തവ സമൂഹത്തിന് സകല വചനത്തിലും പരിജ്ഞാനത്തിലും സമ്പന്നരാകാൻ പാസ്റ്റർമാർ തന്നെ തടസ്സം നിൽക്കുക. കാരണം അവരല്ലേ ഇത് കർത്താവിൽ നിന്ന് പ്രാപിച്ചു കൊടുക്കേണ്ടതേ. 8, 10, 15, 20, 22 മണിക്കൂർ ജോലി ചെയ്യുന്ന വിശ്വാസികൾ 3.5 മണിക്കൂർ വന്നിരുന്ന പാട്ട് കുർബാന, ഒരു 3-4 പാട്ട്, അത് കഴിഞ്ഞൊരു സങ്കീർത്തന ശീല്, അത് കഴിഞ്ഞ് കുറേ സാക്ഷ്യം, മുതലക്കണ്ണീരൊഴുക്കി കുറേ സാക്ഷ്യം,
സാക്ഷ്യം വെളിയിൽ പോയി പറയണം, സഭയിലല്ല. ഞങ്ങളെ പഠിപ്പിച്ച അങ്ങനെയാ. നിങ്ങളെൻ്റെ സാക്ഷികൾ എന്നുള്ളത് വീട്ടിലാണ് സഭ സാക്ഷ്യം പറയുന്നത്. പ്രാർത്ഥനാ വിഷയം പറയാം. എൻ്റെ കുഞ്ഞൊരു ജോലിക്ക് വേണ്ടി ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു, പ്രാർത്ഥിക്കണം. എൻ്റെ ഇന്നാൾ സുഖമില്ലായിരിക്കുന്നു, പ്രാർത്ഥിക്കണം. എന്തെങ്കിലും പ്രാർത്ഥനാ വിഷയം ഞങ്ങളെ അങ്ങനെ പഠിപ്പിച്ചേ. എന്തെങ്കിലും പ്രാർത്ഥനാ വിഷയം ഉണ്ടെങ്കിൽ പറയാൻ പറയും. സാക്ഷിയൊക്കെ വെളിയിൽ പോയി പറഞ്ഞാൽ മതി, ഇവിടെ ഒന്നും പറയണ്ട. പ്രാർത്ഥിച്ചിട്ട് രോഗസൗഖ്യം തന്ന കർത്താവിൻ്റെ ദാസനെ ഞാൻ കർത്താവിനിക്ക് സൗഖ്യം തന്നു ഒരു വാക്ക് പറയാം, പറഞ്ഞ ഒരു കുഴപ്പമില്ല. ഒരു കീറാമുട്ടി പ്രശ്നം പ്രാർത്ഥിച്ചു, സഭ പ്രാർത്ഥിച്ചു, വിടുതൽ തന്നു, ഒരാൾ എഴുന്നേറ്റ് സാക്ഷി. ഈ സഭയെ കാണുന്ന ഇന്നത്തെ ഈ സിസ്റ്റം മുഴുവൻ മാറ്റിക്കളണം. ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം. ഞാൻ വിഷയത്തിലേക്ക് മടങ്ങി വരുന്നു. അപ്പോൾ സകല മനുഷ്യരും പാപം ചെയ്യാൽ മരണം സകല മനുഷ്യരിലും പരത്തിരിക്കുന്നു. മരണം മോശ വരെ വാണു, മോശയുടെ പ്രമാണം വരെ വാണു. ക്രിസ്തുവിൻ്റെ പ്രമാണം വന്നപ്പോൾ മരണം മാറ്റപ്പെട്ടു. അതിനെക്കുറിച്ച് അവിടെ പറയുന്നത്.